ഹായ്, നമ്മൾ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോത്ത് ഉലർത്തുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല, പെരിഞ്ജീരകപ്പൊടി, കുരുമുളക് പൊടി, മട്ടൺ മസാല, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കടുക്, ഗ്രാമ്പു, ഏലക്ക, കറുവാപ്പട്ട, സവാള, കറിവേപ്പില, മല്ലിയില ആവശ്യത്തിന്, തേങ്ങ കൊത്തിയരിഞ്ഞത്, ഇഞ്ചി കൊത്തിയരിഞ്ഞത്, വെളുത്തുള്ളി കൊത്തിയരിഞ്ഞത്, പച്ചമുളക്, തക്കാളി അരിഞ്ഞത്, അല്പം കായം. നമ്മൾ ഈ വാല വെച്ചിരിക്കുന്ന ഈ പോത്തിറച്ചി കുറച്ച് മസാലകളെല്ലാം കൂടെ ചേർത്ത് നമുക്ക് 15 മിനിറ്റ് നേരത്തേക്ക് പുരട്ടി വെക്കാം. അതിന് വേണ്ടുന്ന മുളക് പൊടി 2 സ്പൂൺ, മീറ്റ് മസാല 1 സ്പൂൺ, മട്ടൺ മസാല 1 സ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, പെരിഞ്ജീരകപ്പൊടി 1/2 സ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഉപ്പുപൊടി ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി, കുറച്ച് സവാള, കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത്, കുറച്ച് ഇഞ്ചി അരിഞ്ഞത്, ഇതെല്ലാം കൂടെ നമ്മൾ ഇളക്കി കുറച്ച് സമയത്ത് 15 മിനിറ്റ് നേരം വയ്ക്കണം. ഇതൊരു 15 മിനിറ്റ് നമുക്കിവിടെ വെക്കാം. അടച്ചിവിടെ വെക്കണം. ഒരു പാൻ നമ്മൾ സ്റ്റൗവിൽ വെച്ച് ഓണാക്കും. ഞാൻ ഇതിനായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ഇടണം. നമ്മൾ തേങ്ങാക്കൊത്ത് ഒന്ന് ചുമപ്പ് വരുന്നിടം വരെ ഇങ്ങനെ ഇളക്കി ഇരിക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പുപൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് ഈ തേങ്ങയ്ക്കകത്ത്. ഇതിനൊരു കളറിനും രുചിക്കും വേണ്ടിയിട്ടാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഇഞ്ചി കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, അതൊന്ന് നല്ലൊരു മണം വരുന്നിടം വരെ ഇളക്കണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടണം. നമുക്ക് അതും കൂടെ അതിനകത്ത് മൂക്കണം. ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് സവാള അരിഞ്ഞ് വെച്ചതിടാം. സവാള എണ്ണയ്ക്കകത്ത് കിടന്ന് നല്ലപോലെ വഴലട്ടെ. സവാള വഴലാൻ വേണ്ടി നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ നേരം പെട്ടെന്ന് വഴലും അത്. ഇതിനകത്ത് കുറച്ച് ഗ്രാമ്പു, ഏലക്ക, കറുവാപ്പട്ട അത് മുഴുവനെ ഇടണേ. അത് കറിക്ക് രുചി കിട്ടും മുഴുവനെ അതിനകത്ത് കിടക്കുമ്പോൾ. അതും കൂടി ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് നല്ലതായിട്ട് മൂക്കണം. ഈ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, ഗ്രാമ്പു, ഏലക്ക, കറുവാപ്പട്ട, കരിയാപ്പില ഇതെല്ലാം കൂടെ എണ്ണയ്ക്കകത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി നല്ല മണം വരുമ്പോൾ
നമ്മൾ പൊടിവകകളെല്ലാം ചേർക്കണം. ഇതിനകത്തോട്ട് നമ്മളിനി തക്കാളി അരിഞ്ഞതും കൂടെ ചേർക്കണം. അതും ഇതിൻ്റെ കൂടെ വഴറ്റണം. ഒരു തക്കാളി ഞാൻ ഇതിനകത്ത് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഒരു 2.5 കിലോ പോത്തായിരുന്നു നമുക്ക്. അപ്പം അതിന് ഒരു തക്കാളി. ഇത് വഴലിട്ട് നല്ലപോലെ വഴലണം. ഈ തക്കാളി, ഇഞ്ചി, സവാള, വെളുത്തുള്ളി എല്ലാം കൂടെ ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് നല്ലപോലെ വഴന്നെങ്കിൽ അതിന് ടേസ്റ്റ് വരുത്തുള്ളൂ. നമ്മൾ ലാസ്റ്റിലാണ് പച്ചമുളക് ആഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പച്ചമുളകിൻ്റെ കളറെല്ലാം അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് ലാസ്റ്റിൽ ഒന്ന് വഴന്നാൽ മതി. ഇതിനകത്ത് കിടന്നൊന്ന് എല്ലാം കൂടെ ഒന്ന് വഴന്നാൽ മതി. നമ്മൾ ഈ പൊടി ഇടുന്നതിന് മുമ്പായിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. അല്ലെങ്കിൽ ഈ പൊടിയെല്ലാം കരിഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കറിക്ക് ഒരു ടേസ്റ്റിൻ്റെ വ്യത്യാസം വരെ. അപ്പം തീ കുറച്ച് വെച്ചുകൊണ്ട് വേണം നമ്മൾ ആ പൊടിവകകളെല്ലാം ഇടാൻ. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, കഴിഞ്ഞിട്ട് മല്ലിപ്പൊടി. 2.5 കിലോ പോത്തുണ്ട് നമുക്ക്. മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ മാറിയില്ലെങ്കിൽ കറിക്ക് ടേസ്റ്റ് വ്യത്യാസം വരും. മല്ലിയൊന്ന് നല്ല മൂത്ത മണം വരുമ്പോൾ നമ്മൾ മുളക് പൊടി ഇടണം. മല്ലിപ്പൊടി മൂത്ത് കഴിയുമ്പോൾ മുളക് പൊടി ആഡ് ചെയ്യണം. ഒരു 2 സ്പൂൺ മുളക് പൊടി. നേരത്തെ നമ്മൾ പുരട്ടി വെച്ചേക്കുന്നതുകൊണ്ട് അതനുസരിച്ച് അത് കുറച്ച് മുളക് പൊടി ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് എരിവനുസരിച്ച് ഇടണം. മുളക് പൊടി ഇട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ അടുത്ത ചേരുവകൾ ചേർക്കണം. ഇതിനകത്ത് നമ്മൾ കുറച്ചൊരു ഇത്ര വലിപ്പത്തിലുള്ള ഒരു കായ കഷ്ണം ഇതിനകത്തിടണം. അതൊന്ന് ഈ എണ്ണയ്ക്കകത്തിട്ട് ഒന്ന് മൂത്തോട്ട്, ഈ മസാലയ്ക്കകത്ത് കിടന്നൊന്ന് മൂത്തോട്ട്. നമ്മളിത് മൂക്കുന്ന സമയം കൊണ്ട് കുറച്ച് വെള്ളം കൂടെ ചൂടാക്കണേ. നമുക്ക് ആ ചൂടുവെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ച് ആ മസാലയെല്ലാം കൂടെ ആ വെള്ളത്തിനകത്ത് കിടന്നൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് വേണം ആ ഇറച്ചി മസാല പരട്ടി വെച്ചേക്കുന്ന ഇറച്ചി ഇതിനകത്ത് കുറച്ച് കുരുമുളക് പൊടി, മീറ്റ് മസാല, മട്ടൻ മസാല. ഞാൻ ഇച്ചിരി മട്ടൻ ഇതിനകത്ത് പോത്തിറച്ചി ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് കുറച്ച് മട്ടൻ ചേർക്കാറുണ്ട്, മട്ടൻ മസാല ചേർക്കാറുണ്ട്. കുറച്ച് പെരുംജീരകപ്പൊടി ഇതും കൂടി ഇട്ട് ഒന്നും കൂടി ഈ പൊടിയെല്ലാം കൂടെ ഒന്നും കൂടെ മൂപ്പിക്കണം. ഈ ചൂടുവെള്ളം ഈ മസാലയ്ക്കകത്തോട്ട് ഒഴിച്ച് ചെറുതായിട്ടൊന്ന് ഈ അരപ്പൊന്ന് വേകാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം. കുറച്ച് വെള്ളത്തിനകത്ത് കിടന്ന് മസാല ഒന്ന് വേവണം. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ചും കൂടെ വെള്ളം കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ച് ആഡ് ചെയ്യാം. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന
പോത്തിറച്ചി ഇതിനകത്തോട്ട് ഇടുക. എന്നിട്ട് ഈ മസാലയും കൂടി ഇതിനകത്തോട്ടിട്ട് മിക്സ് ചെയ്യുക. ഇറച്ചി മസാല എല്ലാം കൂടെ നല്ല പെരണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം നമ്മൾ അടച്ചു വെച്ച് ഇത് വേവിക്കാം. ഉപ്പും എരിവും മസാല എല്ലാം ഉണ്ട്, എല്ലാ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. പോരാത്തതിന് നമുക്കിത് നോക്കിയിട്ടൊന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കൊന്നും കൂടെ നോക്കാം. അടച്ചു വെക്കുക. നമുക്കിത് എവിടം വരെ ആയെന്ന് നോക്കാമേ. നല്ലതായിട്ടെല്ലാം എരിവും എല്ലാം കൂടെ ഞാൻ പെരണ്ട് നോക്കട്ടെ എങ്ങനെയുണ്ടോ. കുറച്ചുകൂടെ വെള്ളം വറ്റാനുണ്ട്. ഇത് ഏകദേശം എല്ലാം വെന്തിട്ടുണ്ട്. വെന്ത് കഷ്ണങ്ങളിലെല്ലാം പിടിച്ച് മസാലയെല്ലാം നമുക്ക് ഇതിനകത്തോട്ട് മല്ലിയില ഇട്ട് ഇളക്കി കൊടുക്കും. മസാലയെല്ലാം നല്ലപോലെ പിടിച്ച് വെന്ത് പറ്റി നമുക്ക് നല്ല വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിനകത്ത് ഒഴിക്കുന്നത്. ശുദ്ധമായ വെളിച്ചെണ്ണ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ പോത്തിറച്ചി പെർള. പോത്ത് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഒന്നേലൊന്നേ തൊടാതെ നല്ല പരുവത്തിനിരിക്കുക. ഇനി കഴിച്ചാൽ മതി. നോക്കിക്കേ, നല്ല തേങ്ങാക്കൊത്തും കരിയാപ്പിലയും എല്ലാം കൂടായി നല്ല പരുവത്തിന് കഴിക്കാൻ പരുവത്തിനായിട്ടുണ്ട്. അടിപൊളി പോത്ത്. പോത്ത് റെഡി. നല്ല സൂപ്പർ പോത്തിറച്ചി. പൊറോട്ട, ചപ്പാത്തി, ചോറ് എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാം.